പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്ത ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകർ. തലസ്ഥാനം കലാപത്തിൽ. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 2 കാറുകൾ തകർത്തു. ഡ്രൈവർക്കും പോലീസുകാർക്കും പരിക്ക്. റെയ്ഡ് കഴിഞ്ഞു, വെളിയിലിറങ്ങി അടിയിൽ തുടങ്ങി. വണ്ടി ഇവിടുന്ന് തിരുവനന്തപുരത്തുനിന്നുള്ള വണ്ടിയാണ്. പരിക്കെന്തേലും? എനിക്ക് പരിക്കില്ല, വേറെ ഒരു ഡ്രൈവർക്ക് പരിക്കുണ്ട്. അക്രമികളെ വിട്ടു നൽകാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ട പോലീസ്. CPM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വൻ സന്നാഹം. CMRL എക്സാലോജിക് കേസിൽ ED റെയ്ഡ് നീണ്ടത് 8 മണിക്കൂറോളം. പിണറായിയുടെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ മിന്നൽ പരിശോധന. മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും കൊച്ചി, ബംഗളൂരു CMRL ഓഫീസിലുമടക്കം പരിശോധന 10 ഇടങ്ങളിൽ. ശശിധരൻ കർത്തയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും റെയ്ഡ്. പരിശോധനയിൽ നിക്ഷേപങ്ങളും FD രേഖകളും കണ്ടെത്തിയെന്ന ED. ഡൽഹി ED ഓഫീസിന് മുന്നിലെ പ്രതിഷേധത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി അറസ്റ്റിൽ. റെയ്ഡിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ്. തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ട എന്ന് പിണറായി വിജയൻ. പരിശോധന രാഹുൽ ഗാന്ധിക്ക് മനസംതൃപ്തി നൽകുമെന്ന് പരിഹാസം. ചിലർക്കെല്ലാം വലിയ മനസംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ. പിണറായിക്കായി പ്രതിരോധം തീർത്ത CPM സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം. കോൺഗ്രസ് BJP ഡീൽ എന്ന CPM. ഹീനമായ ആക്രമണമെന്ന MA ബേബിയും MV ഗോവിന്ദനും. സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് മുഹമ്മദ് റിയാസ്. UDF BJP ഡീൽ ആരോപണം തള്ളി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റെയ്ഡുമായി മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയ്ക്ക് ബന്ധമില്ലെന്ന് രമേശ്. ED കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല എന്നും ആഭ്യന്തരമന്ത്രി. റെയ്ഡിന് പിന്നിൽ ഹൈക്കോടതി ഇടപെടലെന്ന് ഷോൺ ജോർജ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതായി. അറ്റകുറ്റപ്പണിക്ക് പുറത്തു കൊണ്ടുപോയ വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരികെ എത്തിച്ചിട്ടില്ലെന്ന് IB റിപ്പോർട്ട്. സ്വർണവും വജ്രവും ഇടയ്ക്കിടെ കാണാതാകുന്നു. കുടുംബ ബന്ധമുള്ളവർ ക്ഷേത്ര സുരക്ഷയ്ക്ക് തടസ്സമെന്ന് ഇന്റലിജൻസ്. കർണാടകയിൽ DK ശിവകുമാറിന് മുന്നിൽ നേതൃത്വം വഴങ്ങിയേക്കും. സിദ്ധരാമയ്യ ഉടൻ രാജിവെക്കുമെന്ന് സൂചന. നേതാക്കൾ ഡൽഹിയിൽ. SIR ശരിവെച്ച സുപ്രീം കോടതി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയാൽ പൗരത്വം നഷ്ടമാകില്ല. SIR കൃത്യമായ വോട്ടർ പട്ടികയ്ക്കുള്ള സമഗ്ര ചുവടുവെപ്പെന്ന് കോടതി. പശ്ചിമേഷ്യയിൽ സ്ഥിതി അതിരൂക്ഷം. അമേരിക്കൻ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ പ്രത്യേക ക്യാബിനറ്റ് യോഗം വിളിച്ച് ട്രംപ്. ലെബനിലേക്ക് ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. വ്യോമാക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു.